ഫെബ്രുവരി മൂഴിയാർ ഡാം തുറക്കാൻ പോകുന്നു. മൂഴിയാർ ഡാമിൽ റെഡ് അലേർട്ടാണ്. റാന്നി ടൗൺ വീണ്ടും വെള്ളത്തിലാകും എന്നാണ് റാന്നി MLA പഴകുളം മധു പറഞ്ഞത്. പക്ഷേ നിവൃത്തിയില്ല, അവിടെ പരമാവധി വെള്ളം എത്തിക്കഴിഞ്ഞു മൂഴിയാർ ഡാമിൽ. കഴിഞ്ഞ ദിവസത്തെ പോലെ അടിയന്തര സാഹചര്യം ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് MLA പറയുന്നത്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെറ്റായ വിവരങ്ങൾ ജനങ്ങൾ വിശ്വസിക്കരുതെന്നും പഴകുളം മധു റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഒന്ന് കേൾക്കാം. റാന്നിയിൽ വീണ്ടും ആശങ്കയാണ്. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് പമ്പാ നദി തീരത്താണ്. നമുക്ക് ദൃശ്യത്തിൽ കാണാം, ഓരോ നിമിഷവും ജലനിരപ്പ് ഉയരുന്നുണ്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഒപ്പം പോലീസും ജനങ്ങൾ മുൻകരുതൽ എടുക്കണമെന്ന് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ റാന്നി MLA പഴകുളം മധു നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ജനങ്ങൾക്കൊരു ആശങ്കയുണ്ട്. മൂഴിയാർ ഡാം 2 മീറ്റർ കൂടി അതിൻ്റെ ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ അത് തുറക്കും എന്ന് ജില്ലാ ഭരണകൂടം തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം മുൻകരുതലുകൾ റാന്നിയിൽ എടുത്തിട്ടുണ്ട്? റാന്നിയിലെ മൂഴിയാർ ഡാം തുറന്നാൽ ഉള്ള ഒരാശങ്കയുണ്ട്. വൃഷ്ടിപ്രദേശത്ത് ഇന്നലെ രാത്രി മുഴുവൻ നല്ല മഴയായിരുന്നു. ആ മഴയിൽ നല്ലൊരു 6 അടിയോളം വെള്ളം 2 മീറ്റർ വെള്ളം പൊങ്ങിയിട്ടുണ്ട്. പടശ്ശേരിക്കര പഞ്ചായത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ പോലെ അതീവ്രതയില്ല. എന്നാൽ മൂഴിയാർ ഡാം തുറന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വെള്ളത്തിൻ്റെ ഒരു നല്ല ഒഴുക്കുണ്ടാവും. അത് കുറച്ചുകൂടി ആഘാതം റാന്നിയിലുണ്ടാക്കും. അതിനെ നേരിടാൻ ആവശ്യമായുള്ള സജ്ജീകരണങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് ഒരു ആശങ്കയുള്ളൂ. അപ്പോൾ മൂഴിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നാൽ എത്ര സമയത്തിനകം റാന്നി മേഖലയിലേക്ക് വെള്ളം എത്തുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസത്തെ പോലെ വീണ്ടും വ്യാപാര സ്ഥാപനങ്ങളിലേക്കൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെയാണ് ജനങ്ങൾ അന്വേഷിക്കുന്നത്. അല്ല, മൂഴിയാർ ഡാം തുറന്നാൽ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ റാന്നി ടൗണിലേക്ക് വെള്ളം കയറാം. എന്നാൽ പമ്പയാറിൻ്റെ ഇപ്പോഴത്തെ ജലനിരപ്പ് അത്ര ഒരാഘാതം ഉണ്ടാക്കില്ല എന്നാണ്. എന്നാൽ വെള്ളം സ്വാഭാവികമായിട്ട് ഈ വെള്ളം സ്ലോ ആയി ഉയർന്നു വരുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഉള്ള ഇൻറ്റൻസിറ്റിയിലല്ല, അത്ര ഭീകരതയില്ല. ക്യാമ്പിൽ നിന്ന് ഇന്നലെ മഴയുടെ ആഘാതം കുറഞ്ഞപ്പോൾ വീടുകളിലേക്ക് തിരിച്ചുപോയി ക്ലീനിങ്ങും മറ്റും ഏർപ്പെട്ട് കഴിയുന്ന ആൾക്കാരോട് ഇന്നലെ തന്നെ ഞങ്ങൾ ക്യാമ്പിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വീട് മുങ്ങാൻ കാത്തു നിൽക്കാതെ അത്ര ആൾക്കാർ ഇവിടേക്ക് വരണം. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ ആശങ്കയില്ല. എന്നാൽ നമുക്ക് സൂക്ഷിക്കേണ്ട കാര്യങ്ങളും ഉണ്ട്. കഴിഞ്ഞ ദിവസം വെള്ളം കയറി അത് ഇറങ്ങിയതിന് ശേഷം വീടുകളിലേക്കൊക്കെ ആളുകൾ തിരിച്ചു പോയിരുന്നു. വീടൊക്കെ വൃത്തിയാക്കുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ വീണ്ടും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് അധികൃതർ പറയുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ പൂർണ്ണമായും പാലിക്കണം എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടവും ഒപ്പം റാന്നി MLA പഴകുളം മധുവും പറയുന്നത്. നമുക്ക് ആ ദൃശ്യം കാണാം. വീണ്ടും റാന്നിയിലേക്ക് വെള്ളം കയറുന്ന ആ ഒരു സാഹചര്യമാണ് ഉള്ളത്. മൂഴിയാർ ഡാം തുറക്കുമ്പോൾ വീണ്ടും ജലനിരപ്പ് ഉയരും. റാന്നി ടൗണിലേക്ക് വെള്ളം കയറും. അപ്പോൾ അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ ജനങ്ങളും വ്യാപാരികളും എടുക്കണം എന്നാണ് ഇപ്പോൾ റാന്നി MLA പഴകുളം മധു വ്യക്തമാക്കിയിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. മഴ പെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മൂഴിയാർ ഡാം തുറക്കുന്നതോടുകൂടി പമ്പാ നദിയിലും കക്കട്ടാറിലും ജലനിരപ്പ് ഉയരും. റാന്നിയിൽ വീണ്ടും ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. ജാഗ്രത വേണം, ആശങ്ക വേണ്ടതില്ല. എല്ലാവരും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണേ.